ഹേയ് ഫ്രണ്ട്സ്, ആരും നമ്മളെ മാജിക് ബുക്ക് മറന്നിട്ടില്ലല്ലോ അല്ലേ? നമ്മൾ ഈ നേരത്തെ 5ാമത്തെ ചിത്രമാണ് വരക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞ് ഡൂഡിൽ ആർട്ടാണ്. എപ്പം വിചാരിക്കും കേട്ടോ ഇതിലൊരു ചിത്രങ്ങൾ വരക്കണമെന്ന്. കാരണം നമ്മൾ ഈ ബുക്കിൽ വരച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിനി നമ്മൾ ഈ ബുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്ന്. പക്ഷേ എല്ലാ ദിവസവും എന്തെങ്കിലും മണ്ടൽ ആർട്ടോ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബുക്കിലും കൂടി വരക്കാൻ സമയം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതങ്ങനെ സൈഡായി പോകും. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും ഇരുന്ന സമയത്ത് ഒരു ഡൂഡിൽ ആർട്ട് എന്തായാലും വരച്ച് കളയാമെന്ന് വിചാരിച്ചേ. നിങ്ങൾ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. പിന്നെ ഒന്ന് ലൈക്കെല്ലാം ചെയ്തിട്ട് കാണണേ. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഈ ചിത്രം കാണുമ്പോൾ അമീബേനാണ് കേട്ടോ ഓർമ്മ വന്നിന്. ഞാൻ ടീച്ചിങ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് പണ്ട് 7ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സയൻസിൽ അമീബേൻ്റെ ഒരു സംഭവം പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പം രാത്രി 3-3:30 ഉറക്കമെല്ലാം ഒഴിച്ച് ചാർട്ടിൽ എഴുതിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നിന്. അതെല്ലാം ഒരു കാലമല്ലേ. അന്നേരം എത്ര ഇരുന്ന് വരക്കുമല്ലോ ചെയ്യുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ ഡൂഡിൽ ആർട്ട് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതാ ശരിക്കും ഓർമ്മ വന്നിന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സ്വീറ്റ് മെമ്മറീസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ചിത്രം വരക്കാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മളിങ്ങനെ കുറച്ച് രൂപങ്ങളെല്ലാം വരച്ച് കൊടുത്തിട്ട് CD മാർക്കർ കൊണ്ട് കർവായിട്ട് കുറേ ലൈൻസ് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ ലൈൻസ് തന്നെയാണ് നമ്മൾ ഡൂഡിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ അതന്നെ മെയിനായിട്ടുള്ള സംഭവം. എന്തായാലും വരച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അതിനെ ഡൂഡിൽ ആർട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പിന്നെ പെൻസിൽ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് പെൻസിലായാലും മതി. ഞാൻ എൻ്റെ മെയിനായിട്ട് ആർട്ടുകൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്നേരം അവൈലബിൾ ആയിട്ട് എന്നാണോ ഉള്ളത് ഞാൻ അത് വെച്ചിട്ടാണ് എൻ്റെ അധികം ആർട്ടും ചെയ്യാറ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ പെൻസിലില്ലേ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി ഒന്ന് വരലേ ലാസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കൂടുതൽ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എല്ലാ വീഡിയോക്കും കമൻറ്റെല്ലാം ഇടണം കേട്ടോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടൊന്ന് വരച്ച് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.